Assalamualaikum. Alhamdulillah, നമ്മള് തഫ്സീർ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. Alhamdulillah, നമ്മളിപ്പോ സൂറ ഫാത്തിഹ is over. It's beautiful. സൂറ ഫാത്തിഹയുടെ തഫ്സീർ is amazing. I've never heard something like that. Okay, ഇതുവരെ ഞാൻ അങ്ങനെ ഒരു തഫ്സീർ ഞാൻ പഠിച്ചിട്ടില്ല എവിടുന്നും. Alhamdulillah. അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സൂറ യൂസുഫാണ്. ഓക്കെ, സൂറ യൂസുഫ് എന്ന് പറഞ്ഞാൽ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സ്റ്റോറിയാണ്. ഞാൻ കുറച്ച് ഇൻട്രഡക്ഷൻ ആദ്യം പറയാം. അത് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സ്റ്റോറിയാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സ്റ്റോറി ഇൻ ദ സെൻസ് അത് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ് ഓക്കെ ഇസ് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയാ, ശരിക്കും നമുക്കൊരു സിനിമ കാണുന്ന പോലെ വിഷ്വലൈസ് ചെയ്ത് ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. Okay, beautiful story, and it's not just story, because പടച്ചോൻ ഖുറാനിൽ നമുക്ക് ഒരുപാട് പ്രോഫറ്റ്സിന്റെ സ്റ്റോറീസും കുറെ മിറക്കിൾസും കുറെ കാര്യങ്ങളും എല്ലാം പടച്ചോൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെറുതെ നമുക്കത് വായിച്ച് കഥ കേട്ട് നല്ല സ്റ്റോറിയാണ് എന്ന് പറഞ്ഞ് എൻജോയ് ചെയ്ത് നടക്കാനല്ല. ഖുറാനിൽ പറയുന്ന പ്രോഫറ്റ്സിന്റെ സ്റ്റോറീസും കാര്യങ്ങളും എല്ലാം ആക്ച്വലി അതിൽ നിന്ന് നമുക്കൊരു ഹൺഡ്രഡ്സ് ഓഫ് മെസ്സേജസ് നമുക്ക് നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്യാൻ ഇഷ്ടം പോലെ മെസ്സേജസ് ഉണ്ട്. എന്ന് പറയുമ്പോൾ ഇപ്പൊ ഖുറാൻ എന്ന് പറയുന്നത് വെറുതെ ജസ്റ്റ് ഓതി കത്ത തീർക്കുക എന്നുള്ളതല്ല ഖുറാന്റെ പേർപ്പസ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഖുറാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബുക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ഹൗ ടു ലിവ് യുവർ ലൈഫ് ഇൻ ദിസ് വേൾഡ് ഫോർ ദ സേക്ക് ഓഫ് അല്ലാഹ്. ദാറ്റ് ഈസ് ഖുർആൻ ആക്ച്വലി. മനസ്സിലായ? അപ്പൊ നമ്മളുടെ ലൈഫിൽ ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ ഖുർആൻ മനസ്സിലാക്കിയതിന് ശേഷം, ഖുർആൻ ആക്ച്വലി മനസ്സിലാക്കിയതിന് ശേഷമാണ് എന്റെ ലൈഫ് ഭയങ്കര എന്താ പറയാ സ്മൂത്ത് ആയത്. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഹാൻഡിൽ എനി സിറ്റുവേഷൻ ഇൻ മൈ ലൈഫ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എന്റെ ലുക്കിംഗ് അറ്റ് തിങ്സ് ഇൻ മൈ ലൈഫ്, ലുക്കിംഗ് അറ്റ് സിറ്റുവേഷൻസ് ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. എന്നുവെച്ചാൽ ഭയങ്കര പോസിറ്റീവായിട്ടാണ്. ബിക്കോസ് പടച്ചോൻ ഈ ലോകത്ത് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ടെസ്റ്റുകളും വെദർ ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ്, ചിലപ്പോൾ കുറെ പൈസ തന്ന് നമ്മളെ ടെസ്റ്റ് ചെയ്യും, കുറെ സമയം തന്ന് നമ്മളെ ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കുറെ പ്രോബ്ലംസ്, ആക്സിഡന്റ്സ്, അസുഖങ്ങൾ, അങ്ങനെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പടച്ചോൻ നമ്മളുടെ ലൈഫിൽ നമുക്ക് തന്ന് ടെസ്റ്റ് ചെയ്യും. അണ്ടർസ്റ്റുഡ്? പക്ഷേ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ബാഡ് സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ കരഞ്ഞ് വലിയ വായില് കരഞ്ഞ് എന്തിനാണ് പടച്ചോൻ എനിക്കിത് തന്നത്, ഞാൻ എന്ത് നന്നായിട്ട് ഇസ്ലാമികമായിട്ട് ജീവിക്കുന്ന ആളാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പടച്ചോനെ നീ എനിക്ക് ഈ ഒരു അവസ്ഥ എനിക്ക് തന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗ് അടിച്ച് കരഞ്ഞ് പിടിച്ച് കംപ്ലൈന്റ് ചെയ്ത് നിസ്കരിക്കുകയില്ല, നോമ്പൊടിക്കുകയില്ല, ഒന്നും ചെയ്യില്ല, പടച്ചോനോട് കംപ്ലീറ്റ്ലി അകന്ന് നമുക്ക് ജീവിക്കാം. പക്ഷെ എത്ര നാള് ജീവിക്കും? പടച്ചോനില്ലാണ്ട് നമ്മൾ എവിടം വരെ പോകും? വിത്തൗട്ട് പടച്ചോൻ ഹൗ വിൽ വി സർവൈവ്? രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലാഹ്, ഐ നോ ദിസ് ഇസ് എ ടെസ്റ്റ് ഫ്രം യു. ഓക്കെ, ആദ്യമേ ഖുറാനിലൊരു ആയുണ്ട്, ആയ നമ്പർ ഞാൻ വിട്ടുപോയി. എന്ത് ലൈഫിൽ വന്നാലും ആദ്യമേ പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു നിന്റെ അടുത്തേക്കാണ്, ഇറ്റ് ഈസ് ഫ്രം അല്ലാഹ് ആൻഡ് ഐ എം ഗോയിങ് ബാക്ക് ടു അല്ലാഹ്. ഓക്കെ, അതിപ്പോ ഞാൻ പഠിച്ചു. അത് ത്രൂ പ്രാക്ടീസ് ചെയ്ത് വരുള്ളൂ കേട്ടോ. പെട്ടെന്നൊന്നും ഒന്നും ഓർക്കാണ്ട് നമുക്കൊരു ബാഡ് സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞില്ല, നമ്മൾ അല്ലാഹ് പടച്ചോനെ പണി കിട്ടി ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ആദ്യം പിടിക്കുകയാണ് നമ്മുടെ ആദ്യത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷെ ഇന്നാ ലില്ലാഹി ആദ്യമേ അങ്ങോട്ട് പറയാ. ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, when you are afflicted by a musiba say inna lillahi wa inna ilaihi raji'un. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് ഓക്കെ ഇതൊരു പരീക്ഷണമാണ് പടച്ചോനെ, എനിക്കറിയാം ഇതില് നിന്റെ വിസ്റ്റം ഉണ്ട്, നീ ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്തോ എനിക്ക് വെച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞു ബുദ്ധി, നീ തന്ന കുഞ്ഞു ബുദ്ധിയിൽ നിന്ന് എനിക്ക് ഇതിനെ കുറിച്ച് ചുക്കും മനസ്സിലാവില്ല. ഇപ്പോ മേ ബി എ ഫ്യൂ ഇയേഴ്സ് ഡൗൺ വെൻ ഐ ലുക്ക് ബാക്ക് ഐ വിൽ നോ സുബ്ഹാനല്ലാഹ്, അത് പടച്ചോൻ ആ ഒരു പ്രോബ്ലം എന്റെ ലൈഫിൽ നീ തന്നില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായേനെ. അന്ന് ഞാൻ പടച്ചോനോട് പരാതി പറഞ്ഞിരുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്, എന്ത് ലൈഫിൽ വന്നാലും നിങ്ങൾ മനസ്സിലാക്കിയോ, ദർ ഇസ് എ വിസ്ഡം ബിഹൈൻഡ് ഇറ്റ്. പടച്ചോന്റെ വേറൊരു പ്ലാൻ വരുന്നുണ്ട്. ഓക്കെ, വിച്ച് ഇസ് വെരി എക്സൈറ്റിംഗ്. നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്ത് ലൈഫിൽ വരുമ്പോഴുണ്ടല്ലോ പെട്ടെന്ന് നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു സാധനം വരിക. അപ്പൊ നമ്മൾ ശരിക്കും പടച്ചോന് ഇതെങ്ങോട്ടാണ് ഈ പോണത്, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇതെന്താ ഞാൻ ചെയ്യാൻ പോണത് എന്ന് ഉള്ള സിറ്റുവേഷനിൽ. അപ്പൊ ആ സമയത്ത് ഇപ്പത്തെ എന്റെ ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ്. ആ സമയത്ത് ഞാൻ വിചാരിക്കും പടച്ചോനെ എന്താ ഇങ്ങനൊരു സിറ്റുവേഷൻ തന്നേക്കണേ. അപ്പൊ ഞാനിങ്ങനെ ക്യൂരിയസ് ആവും, എന്തായിരിക്കും പടച്ചോന്റെ പ്ലാൻ.
അപ്പൊ ഞാൻ ഇങ്ങനെ നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ്, പടച്ചവൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ, പടച്ചവൻ എന്താണ് ഇവിടെ ഒരു സംഭവം എന്ന് നമുക്ക്, ഞാനിപ്പോ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് ഈ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നിലേ കരഞ്ഞ് എന്താണ് വലിയ വായിൽ കരഞ്ഞ് പരാതികൾ പറഞ്ഞ് പടച്ചവനോട് അകന്നു പോവാം, അല്ലെങ്കിൽ വെയിറ്റ് ഫോർ അള്ളാഹ്സ് പ്ലാൻ. അള്ളാഹ് ഇസ് ദ ബെസ്റ്റ് പ്ലാനർ. റിയലി, യെസ് യെസ് യെസ്, ഐ ഹാവ് എക്സ്പീരിയൻസ്. ഐ നോ യു പീപ്പിൾ ഓൾസോ മസ്റ്റ് ഹാവ് എക്സ്പീരിയൻസ്ഡ്. അതുകൊണ്ട് പടച്ചവന്റെ പ്ലാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. സോ വൈ ആം ഐ സേയിങ് ഓൾ ദിസ്? ഞാനിപ്പോ ഇതൊക്കെ എന്തിനാ പറയുന്നത്? റീസൺ ഉണ്ട്. ബിക്കോസ് സൂറ യൂസുഫില് ഇതാണ് കംപ്ലീറ്റ്. സൂറ യൂസുഫിൽ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പടച്ചോൻ ടെസ്റ്റ് അപ്പോൺ ടെസ്റ്റ് അപ്പോൺ ടെസ്റ്റ് അപ്പോൺ ടെസ്റ്റ്. നമുക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അമ്മാതിരി ടെസ്റ്റാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ പടച്ചു കൊടുക്കുന്നത്. പക്ഷെ യൂസുഫ് അലൈഹി ഇസ്ലാം വിത്ത് ഹിസ് തക്വ ഇസ് ഫിയർ ഓഫ് അല്ലാഹ്, ഒബേയിങ് അല്ലാഹ്, അത് പ്ലസ് വിത്ത് ഹിസ് പേഷ്യൻസ് which is something which I don't have. I'm working on it. ഈ 2 കാര്യങ്ങൾ വെച്ചിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാം ആ സിറ്റുവേഷൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണ്, അല്ലാഹു അക്ബർ. അത് നമ്മളുടെ ലൈഫിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ലൈഫിൽ ഏത് സിറ്റുവേഷൻ വന്നാലും ചുമ്മാ യൂസുഫ് അലൈഹി ഇസ്ലാം ചെയ്ത പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, നമ്മളുടെയൊക്കെ ജീവിതം ഉണ്ടല്ലോ ഇങ്ങനെ സ്മൂത്ത് സെയിലിംഗ് ആയിരിക്കും, ഒരു വേവ്സും ഒന്നുമില്ലാണ്ട്. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഇസ്. ആൻഡ് ഡെഫിനറ്റ്ലി there are going to be a lot of problems. ഇപ്പൊ ഒരു 2 ദിവസത്തേക്ക് നമുക്ക് ഭയങ്കര സമാധാനമായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട, സമാധാനം, ഇനി ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. 2 ദിവസം കഴിഞ്ഞാൽ അടുത്ത ബോംബ് വരും. ഓക്കെ, അപ്പോ അങ്ങനത്തെ ഒന്നും വേണ്ട. ലൈഫ് ഇസ് ഫുൾ ഓഫ് പ്രോബ്ലംസ്. ഓക്കെ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് there literally written in the Quran. Okay, you will have problems all the time, everywhere. കുറച്ച് ആശ്വാസം ഉണ്ടാവും, അത് കഴിഞ്ഞ് അടുത്ത ബോംബ് വരും. ബോംബ് കഴിയുമ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടും. ഇങ്ങനെ ലൈഫ് ഗോസ് ഓൺ till you go to the grave. And when you go to the grave, if you have done good deeds, if you have lived a life like how Allah has asked you to live, then you will be the most happy person in the grave. But if you have not done that, then Makkals and me, I'm telling to myself first, we are going to be in trouble. അപ്പൊ ഇൻഷാല്ലാ അടുത്ത ആഴ്ച സൂറ യൂസുഫിന്റെ തുടങ്ങാം നമുക്ക് ഇൻഷാല്ലാ. ഇന്നൊരു ഇൻട്രൊഡക്ഷനിൽ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.